السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه وسلم تسليما كثيرا مزيدا إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാൻ സമ്പന്നരായ സത്വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തണ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉദ്ദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാളെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തോടു കൂടി ഇൻഷാ അല്ലാഹ് സൂറത്ത് ശുആറ തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നമ്മുടെ ഈ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ 205 ആയത്ത് മുതൽ നമ്മൾ പഠിച്ചത് ഒരു വിശ്വാസി ദുനിയാവിലെ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണണം എന്നതിനെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കുകളെ കുറിച്ച് പറയുകയാണ്, അഫറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ. മുശ്രിക്കുകൾക്ക് ദുനിയാവിൽ നാം ദീർഘായുസ് നൽകുകയും ആ ആയുസ്സിനിടക്ക് അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ നൽകുകയും ചെയ്തു എന്ന് പ്രവാചകരെ താങ്കൾ വിചാരിക്കുക. സുമ്മ ജാഅഹും മാ കാനൂ യുഅദൂൻ. അതിനുശേഷം അവർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആസ്വാദനങ്ങൾ അനുഭവിച്ചതിനു ശേഷം അവരിലേക്ക് അള്ളാഹു രേഖപ്പെടുത്തിയ ശിക്ഷ വരികയും ചെയ്താൽ, മാ അഗ്ന അൻഹും മാ കാനൂ യുമത്തഊൻ. അവർക്ക് അതുവരെ അവർ ആസ്വദിച്ച ഒരു ആസ്വാദനവും അവർക്ക് ഉപകാരപ്പെടുകയില്ലല്ലോ പ്രവാചകരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ പണ്ഡിതന്മാർ പറയാണ്, ദുനിയാവിലൊരു മനുഷ്യൻ്റെ ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങളെ കുറക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ സമ്പത്ത് ഉണ്ടാക്കുന്നതിന് തെറ്റില്ല, നന്നായി സമ്പാദിക്കണം. സമ്പാദിച്ചതിനു ശേഷം ആ സമ്പത്ത് ഉപയോഗിക്കേണ്ടത് തൻ്റെ പരലോകത്തിന് വേണ്ടിയാകും. ഒരു കുടുംബം പോറ്റുന്ന ഒരു പിതാവ് എന്ന നിലക്ക് ആ പിതാവ് തൻ്റെ കുടുംബത്തിന് കൊടുക്കുന്ന പണം, ചെലവിന് കൊടുക്കുന്ന പൈസ, അത് സ്വതക്കയാണ്. അതാണ് ഏറ്റവും നല്ല സ്വതക്ക എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ അതിലൊക്കെ പ്രതീക്ഷ വെച്ചുകൊണ്ട്, ആ കൂലിയെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ദീനിനെ സഹായിക്കുവാൻ തൻ്റെ സമ്പത്ത് മാറ്റിവെക്കും എന്ന ലക്ഷ്യത്തിൽ സമ്പാദിക്കുന്നത് ഇസ്ലാം ഒരുപക്ഷെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. എന്നാൽ അതിന് വിപരീതമായി ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്നും ദുനിയാവിലെ സമ്പത്തും സമ്പാദ്യവും ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളെ ഇസ്ലാം ശപിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഈസ അബ്ദു ദീനാർ. ദീനാറിൻ്റെ അടിമ നശിക്കട്ടെ. വതഈസ അബ്ദു ദിർഹം. ദിർഹമിൻ്റെ അടിമ നശിക്കട്ടെ. വതഈസ അബ്ദുൽ ഖമീസ. വലിയ വലിയ വിലപിടിപ്പുള്ള പുടവകളുടെ അടിമകൾ നശിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ജീവിക്കുക, പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുക, അങ്ങനത്തെ ആളുകൾ നശിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തഈസ വൻതകസ്. അവൻ നശിച്ച് തുലയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാം. എന്താണ് അവൻ്റെ പ്രശ്നം? ഇദാ ശീക ഫലൻ തഖശ്. ഓൻ്റെ കാലിലൊരു മുള്ള് തറച്ചാൽ ആ മുള്ളെടുത്ത് മാറ്റാൻ പോലുള്ള സമയം പോലും ഓൻ്റെ ജീവിതത്തിലില്ല. അത്രയും തിരക്കിൽ ദുനിയാവിൻ്റെ വൈത്താല ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ആളുകൾ നശിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ ദുനിയാവിനെ സംബന്ധിച്ചുള്ള പൂതി നമ്മൾ കുറക്കണം. നമ്മളെ ലക്ഷ്യം, മുഖ്യമായ ലക്ഷ്യം ആഖിറമാകണം, പരലോക വിജയമാകണം, പരലോക മോക്ഷമാകണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, പരലോക മോക്ഷം നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പരലോകത്ത് വിജയിക്കാത്ത ഒരാൾ
ഓന് കടന്നു ചെല്ലാനുള്ള നരകാണ്. നരകത്തിലെ ശിക്ഷയെക്കുറിച്ച്, ഒറ്റ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വസുഖൂ മാഅൻ ഹമീമൻ. നരകത്തിലെ ആളുകൾക്ക് ഇങ്ങനെ ശിക്ഷ വരുമ്പോ ഓൽക്ക് ദാഹിക്കും. ദാഹിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കുടിക്കാൻ കൊടുക്കുക തിളച്ച ചൂടുവെള്ളമാണ്. സൂറത്തു മുഹമ്മദിൽ ആ ചൂടുവെള്ളം അവരെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കുടിപ്പിക്കും. എന്താണ് കുടിച്ചാൽ ഉണ്ടാവുക? ഫഖത്തഅ അംആഅഹും, അവരുടെ ആമാശയം അവരുടെ മലദ്വാരത്തിലൂടെ പുറത്തു വരും. അത്രമാത്രം ഒരു പാനീയത്തിന്റെ വിഷയത്തിൽ ദാഹിക്കുമ്പോൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിലുള്ള ശിക്ഷയാണത് എങ്കിൽ എത്രമാത്രം ശിക്ഷയായിരിക്കും ഒരു കാഫിറിന് മറ്റുള്ള അവസരങ്ങളിൽ ഉണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മുഖ്യമായ ലക്ഷ്യം ഈ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ സ്വാഭാവികമായും സ്വർഗമാണ് അവരുടെ പര്യവസാനം. അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, നിലച്ചുപോവാത്ത അനുഭൂതികൾ സ്വർഗത്തിലെ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആപ്പിൾ കിട്ടിയെന്ന് വരില്ല. ഓരോന്നിനും ഓരോ സീസണുകളുണ്ട്. ഓരോ പഴങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്കും സീസണുകളുണ്ട്. മത്സ്യത്തിന് സീസണുകളുണ്ട്. എന്നാൽ സ്വർഗത്തിന്റെ പ്രത്യേകത ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, അങ്ങനെ ഒരു സീസണിന്റെ പ്രശ്നമല്ല. എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാവണം നമ്മുടെ ലക്ഷ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 205, 6, 7 ആയത്തുകളിലൂടെ പഠിപ്പിക്കുക. ശേഷം 208 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ അഹ്ലക്നാ മിൻ ഖർയത്തിൻ ഇല്ലാ ലഹാ മുൻദിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെയും വെറുതെ നശിപ്പിക്കൂല. ഒരുപാട് സമുദായങ്ങൾ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തെ നശിപ്പിച്ചിട്ടുണ്ട്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തെ നശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ ഈ സൂറത്തിൽ തന്നെ പഠിച്ചു. വെറുതെയാണോ നശിപ്പിച്ചത്? ഒരു തെറ്റുകൾ ചെയ്യുന്നവരാണ് എന്ന കാരണം കൊണ്ട് മാത്രമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത്? ഒരു തെറ്റുകൾ ചെയ്യുകയായിരുന്നു. അവർക്ക് സത്യം പഠിപ്പിച്ചു കൊടുക്കുവാൻ അവരിൽ നിന്ന് തന്നെ അവർക്ക് വിശ്വാസമുള്ള, അതുവരെ അവരുടെ ഇടയിൽ നന്നായി ജീവിച്ച ഒരാളെ തെരഞ്ഞെടുത്ത് നല്ല കുടുംബമഹിമയും തറവാടുമുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്ത് പ്രവാചകനായി നിയോഗിച്ച് അവർക്ക് സത്യമെന്തെന്ന് പറഞ്ഞു കൊടുക്കും. അതിനെ ധിക്കരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുക. വെറുതെ അല്ലാഹു ഒരാളെയും ശിക്ഷിക്കുകയില്ല. വമാ അഹ്ലക്നാ മിൻ ഖർയത്തിൻ ഇല്ലാ ലഹാ മുൻദിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ നശിപ്പിക്കുന്നു എങ്കിൽ അവരിലേക്ക് താക്കീതുകാരനെ നിയോഗിച്ചിട്ടല്ലാതെ അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. ദിക്റ വമാ കുന്നാ ളാലിമീൻ വമാ തനസ്സലത് ബിശ്ശയാത്തീൻ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 210 ആയത്തിൽ ഇതൊക്കെ ളാലിമീങ്ങൾക്ക്, അക്രമകാരികൾക്കുള്ള വലിയ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞതിനു ശേഷം 210 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് മുശ്രിക്കുകൾ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്ന പല അപവാദങ്ങളും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുന്ന ശൈത്താനാണ് എന്നുള്ള വാദം. എവിടുന്ന അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തരത്തിലുള്ള കുറേ ആയത്തുകൾ കിട്ടുന്നത്? ഞാൻ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിക്കുമ്പോൾ അതിങ്ങനെ ഖുറൈശികൾക്ക് ഓതി കൊടുക്കും. അവർക്ക്, മുശ്രിക്കുകൾക്ക് ആ ഖുർആൻ കേൾക്കുമ്പോൾ അതിൽ സ്വാധീനമുണ്ടാകും. ആ ഖുർആനിനെ കവച്ചു വെക്കുന്ന രൂപത്തിൽ കവികളായിരുന്ന, അറബി ഭാഷയിലെ പടുക്കന്മാരായിരുന്ന അവർക്ക് സമാനമായ രൂപത്തിൽ കവിത ചൊല്ലാൻ പോലും അവർക്ക് സാധിക്കുകയില്ലായിരുന്നു. അപ്പോൾ ആളുകൾ ഇതിങ്ങനെ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ടെന്ന് വിചാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിക്കുന്ന ഖുർആനിനെ കുറിച്ച് മുശ്രിക്കുകൾ കളവ് പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? വമാ തനസ്സലത് ബിഹി ശയാത്തീൻ. ഇതൊക്കെ മുഹമ്മദ് നബിക്ക് കിട്ടുന്നത് ശൈത്താന്മാർ കൊടുന്ന് ഇങ്ങനെ കുറുകി കൊടുക്കുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വമാ തനസ്സലത് ബിഹി ശയാത്തീൻ. അല്ല, ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുന്നത്, ഖുർആനുമായി ഇറങ്ങുന്നത് ശൈത്താന്മാരല്ല. നസല ബിഹി റൂഹുൽ അമീൻ. നേരെ മറിച്ച് ഖുർആൻ കൊണ്ട് ഇറങ്ങുന്നത് വിശ്വസ്തനായ, അള്ളാഹുവിൽ നിന്ന് വഹ്യ് സ്വീകരിച്ച് അത് കൃത്യതയോടെയും വ്യക്തതയോടെയും ഓരോ
ന്യൂനതയുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുന്ന വിശ്വസ്തനായ റൂഹായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. എന്നിട്ട് പറയാണ് വമാ യംബഗി ലഹും വമാ യസ്തതിഊൻ. വിശുദ്ധ ഖുർആനുമായി ഒരിക്കലും ഒരു പിശാചിനെ ഇറങ്ങി വരാൻ സാധിക്കൂല. അതിനുള്ള 3 കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഒന്ന്, വമാ യംബഗി ലഹും, ഖുർആൻ എന്ന് പറഞ്ഞാൽ അവർക്ക് യോജിച്ചതല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നന്മയാണ്. ശൈത്താന്മാർ നന്മ കൽപ്പിക്കുമോ? ശൈത്താന്മാരിൽ നിന്ന് എന്ത് നന്മയാണ് കിട്ടുക? ഒരു നന്മ കൽപ്പിച്ചത് നമ്മൾ പഠിച്ചിരിക്കണല്ലേ. ഏതായിരുന്നു ആ നന്മ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുൽ കുർസി. എന്താ ആയത്തുൽ കുർസിന്റെ? ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സക്കാത്ത് നോക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അമാനത്തിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച ആ സാധനം, സക്കാത്ത് എന്ന സാധനം, അതിൽ വീഴ്ച വരുത്തുമോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ശൈത്താന്മാർ വന്നു, മനുഷ്യന്റെ രൂപത്തിൽ വന്നു. സ്വഹീഹായ ഹദീസാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമിനെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ഹദീസാണ്. എന്നിട്ടോ അതിൽ നിന്ന് ആ ഈത്തപ്പഴമായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആ സക്കാത്തിലെ ഈത്തപ്പഴങ്ങളിൽ നിന്ന് ശൈത്താൻ ഇങ്ങനെ കട്ടെടുക്കാൻ തുടങ്ങി. രാത്രി വന്നിട്ട് അബൂ ഹുറൈറ പിടിച്ചു. എന്താ ഈ കാട്ടിന് ചോദിച്ചു. വീട്ടിൽ പട്ടിണിയായതുകൊണ്ട് മോഷ്ടിക്കാൻ നിർബന്ധിതനായി വന്നതാണ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ ആവർത്തിക്കൂല, ഞാൻ തിരിച്ചു പോവാണ്. അങ്ങനെ ശൈത്താൻ പോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബാ ഹുറൈറ മാ ഫഅല അസീറുക്കൽ ബാരിഹ, ഇന്നലെ പിടിച്ച കള്ളൻ എന്താ ചെയ്തു ചോദിച്ചു. അവൻ അങ്ങനെ കട്ടെടുക്കാൻ വന്നപ്പോൾ അവനിങ്ങനെ അങ്ങനെ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞു. വീട്ടിൽ പട്ടിണിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുക. എന്നുവെച്ച് മനസ്സിലാക്കിക്കോ അബൂ ഹുറൈറ, നാളെ മോൻ വരുന്നു. നാളെ ഇന്ന് അഥവാ ഇന്ന് രാത്രി ഓൻ വരുന്നു. അങ്ങനെ അന്ന് രാത്രിയും രണ്ടാമത് ഓൻ വന്നു. രണ്ടാമത് വന്നപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കളവ് പറയൂല. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവനെ കാത്തു നിന്നു. അപ്പോൾ ആള് വരുന്നു. ആള് വന്നപ്പോൾ പിടിച്ചു. അപ്പോൾ പിന്നെയും സഹാബാക്കളുടെ മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ലോലമായ മനസ്സാണ്. പിടിച്ചപ്പോൾ പിന്നെയും പറഞ്ഞു, ഇതേപോലെ വീട്ടിൽ ഒന്നുമില്ലാത്തതുകൊണ്ട് വന്നതാണ്. കുട്ടികളും എനിക്ക് നോക്കാൻ ഒരുപാട് പേരുണ്ട്, പോറ്റണം, അതിനു വേണ്ടി കട്ടെടുക്കാൻ ആയതാണ്. പിടിച്ചു. ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞു. വിട്ടു. പിറ്റേ ദിവസം രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്താ ഇപ്പോൾ എൻ്റെ കള്ളൻ എന്താ കാട്ടി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ പിന്നെ അവനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവനെ ഒഴിവാക്കി വിട്ടു. ഇന്നും അവൻ വരുന്നത്. ഇന്ന് രാത്രി അവൻ വരും. അങ്ങനെ ആ രാത്രിയും വന്ന് പിടിച്ചപ്പോൾ ഒരു പിടുത്തം പിടിച്ചു. അപ്പോൾ ശൈത്താൻ പഠിപ്പിച്ചു കൊടുത്തു, ജിന്നെ വിടണം, ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ കിടപ്പറയിൽ എത്തിയാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹദീസ് വായിച്ചിട്ടാണ് പറഞ്ഞത്, നീ നിന്റെ ആ ശൈത്താൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയണം, നീ നിന്റെ കിടപ്പറയിലെത്തിയാൽ നീ ആയത്തുൽ കുർസി ഓതി നീ കിടന്നു കഴിഞ്ഞാൽ, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖ്റ ആയത്തുൽ കുർസി, നീ നിന്റെ വിരിപ്പിലെത്തിയാൽ നീ ആയത്തുൽ കുർസി ഓതണം. അങ്ങനെ ഓതിയാൽ ഫഇന്നക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ, അത് ഓതി കിടന്നുറങ്ങിയാൽ പിന്നെ രാത്രി കഴിഞ്ഞ് രാവിലെ ഉണരുന്നത് വരെ അള്ളാഹുവിൽ നിന്നുള്ളൊരു സംരക്ഷണം നിനക്ക് ലഭിച്ചോട്ടേയിരിക്കും. എന്നെ നോക്കാൻ ഒരാളുണ്ടാവും. അപ്പോൾ ഇതാരെ പഠിപ്പിച്ചു കൊടുത്ത്? ശൈത്താനെ പഠിപ്പിച്ചു കൊടുത്ത്. അതിന് പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ഇപ്പോൾ എൻ്റെ ആൾ കാട്ടി വെച്ചു. അത് പറഞ്ഞു, ഞാൻ ഓനെ വിട്ടു, പക്ഷെ ഓനൊരു കാര്യം പഠിപ്പിച്ചു. സഅമ അന്നഹു യുഅല്ലിമുനി കലിമാത്തിൻ യൻഫഉനി അല്ലാഹു ബിഹാ, ആ വാചകങ്ങൾ അഥവാ ആയത്തുൽ കുർസി എനിക്ക് പഠിപ്പിച്ചു. ആ ആയത്തുൽ കുർസി ഞാൻ ഓതിയാൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തരുമെന്നാണ് ഓൻ പറഞ്ഞത്. രാത്രി ചൊല്ലിയാൽ രാവിലെ വരെ എനിക്ക് സംരക്ഷണം ലഭിക്കുന്ന പറഞ്ഞത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മറുപടി കൊടുക്കുകയാണ്, ഓൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഓൻ ശൈത്താനാണ്, ആള് കള്ളനാണ്. പക്ഷേ വഹുവ കദൂബുൻ അമാ ഇന്നഹു ഖദ് സദഖക,
ഓൻ എന്നോട് അപ്പറഞ്ഞ വർത്താനം ശരിയാണ്, പക്ഷേ വഹുവ കെസൂബുൻ, പക്ഷെ ഓന് സാധാരണ നുണ അറിയണവനാണ്. ഓൻ പെട്ടപ്പോ ഒരു കാര്യം ഊരാൻ വേണ്ടി പറഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞു 3 വട്ടം വന്നിട്ട് പഴപ്പിക്കാൻ നോക്കില്ലല്ലേ. ഇനി ഓൻക്ക് കാരണമൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ കാരണം ഇപ്പോൾ ഇബ്ലീസിനോടൊക്കെ ബോധിപ്പിക്കണ്ടേ. എന്താ ഓൻ ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണമായല്ലോ, അവനെ പഴപ്പിക്കാൻ പറ്റൂല എന്നുള്ള ഒരു കാരണം കിട്ടാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ഷൈത്താൻ, അബൂ ഹുറൈറ, നിന്റെ അടുത്തേക്ക് 3 ദിവസമായി വന്നിരുന്ന ആള് ഷൈത്താനായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. അപ്പോ പൊതുവെ ഷൈത്താന്മാരിൽ നിന്ന് വമാ യംബഗി ലഹും, നന്മ വരുമോ? നന്മ വരുമോ? ഷൈത്താന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മകൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നവരാണ്. അപ്പോൾ ഖുർആനിൽ നന്മകളാണ്. അപ്പോൾ നന്മകളടങ്ങിയ ഖുർആൻ ഒരിക്കലും അതുമായി അവരെ ഇറങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യോജിച്ചതല്ല. ഇനി വമാ യസ്തതിഊൻ, അവർക്കതിന് സാധിക്കുകയില്ല. അവർക്കതിന് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു സൂറത്തുൽ ബഖറ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പിന്നെ ആ വീട്ടിക്ക് പിന്നെ ആ ശൈത്താൻ വരൂല എന്നാണ്. അപ്പോൾ ഖുർആന് കേട്ടാൽ നിൽക്കാൻ പോലും കഴിയില്ല ആർക്ക്? ശൈത്താന്മാർക്ക്. ഖുർആന്റെ കാര്യം പോട്ടെ, ബാങ്ക് കേട്ടാലോ, ബാങ്ക് ഇക്കാമത്തും കേട്ടാലോ അത് കേൾക്കുമ്പോൾ ശൈത്താൻ ഓടുന്ന. ഇഖാമത്ത് കേട്ടാൽ എന്ത് ചെയ്യും? ഓൻ ഓടും. ഇഖാമത്ത് കഴിഞ്ഞാൽ പിന്നെയും വരും. നമസ്കാരത്തിൽ നമ്മൾ ഉസ്കുർക്കഥ ആലോചിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വഴിപഴപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ യംബഗി ലഹും, ഖുർആനുമായിട്ട് അവർ ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് യോജിച്ച പരിപാടിയല്ല. ഓരോരുത്തുനിന്ന് അങ്ങനത്തെ നന്മകളൊന്നും വരൂല. വമാ യസ്തതിഊൻ, ഇനി അവർക്ക് യോജിച്ചതാണ് എങ്കിൽ ഓർക്ക് താങ്ങൂല്ല ഖുർആൻ, അവർക്ക് താങ്ങുകയുമില്ല. മൂന്നാമത്തത് ഇന്നഹും അനിസ്സംഇ ലമഅസൂലുൻ, പിന്നെ ഖുർആനുമായിട്ട് ശൈത്താന്മാർ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു സാധ്യത ഉണ്ട്. എന്താണ്? അവർ കട്ട് കേൾക്കും. ഷൈത്താന്മാർ കട്ട് കേൾക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഷൈത്താന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് വഹി കൊടുത്ത് ആ വഹീനെ മലക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സംസാരിക്കുമ്പോൾ അത് കേൾക്കാനായിട്ട് ആ ഷൈത്താന്മാരിങ്ങനെ അട്ടിയട്ടിയായി ഇങ്ങനെ ആകാശത്തേക്ക് അട്ടിയട്ടിയായി ഇങ്ങനെ കയറി നിൽക്കുന്നതാണ്. അത് സൂറത്തുൽ ജിന്നിലൊക്കെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സം, ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ വഹിയിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കട്ട് കേൾക്കാൻ പ്രത്യേകമായി ഇരിപ്പിടങ്ങൾ തന്നെ ആകാശത്തുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുന്നതിന് മുമ്പ് ആകാശം അങ്ങട്ട് 2 പ്രൊട്ടക്ഷനിലൂടെ ആകാശത്തെ സംരക്ഷിച്ചു. ഒന്ന് നക്ഷത്രങ്ങളെ കൊണ്ട് ശൈത്താന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കട്ട് കേൾക്കാൻ വരുന്ന ശൈത്താന്മാരെ എറിയാൻ തുടങ്ങി. സൂറത്തുൽ ജിന്നിലുണ്ട് അത്. രണ്ടാമത്തത് പിന്നെ മലക്കുകൾ, വല്ലാത്തൊരു പ്രൊട്ടക്ഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിലനിർത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തിന്റെ സമയമായപ്പോൾ ഇവർക്ക് ഒന്നും കേൾക്കാൻ സാധിക്കണില്ല. മോൾക്ക് കയറിപ്പോകാൻ കഴിയണില്ല. കയറിപ്പോയാൽ ഷിഹാബ് റസദ എന്നാണ് ശൈത്താന്മാർ പറഞ്ഞത്, സൂറത്തുൽ ജിന്നിലുണ്ട്. അഥവാ നല്ല തീജ്വാലകൾ കട്ട് കേൾക്കാൻ വരുന്ന ആളുകൾക്ക് നേരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പായിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത് ഇവർക്ക് പേടിയായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇല്ലാത്ത ഒരു സംരക്ഷണം ഈ ആകാശത്ത് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി ഇവർ ഇബ്ലീസിൻ്റെ അടുത്ത് പോയി എന്നാണ് സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു മൊത്തത്തിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞു, സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നമസ്കരിക്കുന്നതായി അവർക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു അതാണ് കാരണം, ഒരു നബി വരുന്നുണ്ട്, ഇനി ഈ ഭൂമിയിൽ നന്മകളായിരിക്കും എന്നവർ തിരിച്ചറിഞ്ഞ് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കട്ട് കേൾക്കുന്നതിൽ നിന്ന്, വഹി കട്ട് കേൾക്കുന്നതിൽ നിന്ന് അവർ തടയപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുർആനുമായിട്ട് ഒരിക്കലും ശൈത്താന്മാർ ഇറങ്ങി വരൂല. 3 കാരണങ്ങളാണ്. ഒന്ന്, ഓൽക്ക് കട്ട് കേൾക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടില്ല, ചാൻസ് കിട്ടിയിട്ടില്ല. ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ഫുള്ള് പ്രൊട്ടക്ഷൻ ആയിരുന്നു. രണ്ടാമത് വമാ യംബഗി ലഹും, ഓൽക്കത് യോജിച്ചതല്ല. കാരണം ഖുർആനിലുള്ള നന്മയാണ്, ശൈത്താന്മാർ എന്ന് പറഞ്ഞാൽ തിന്മയുടെ പര്യായമാണ്. മൂന്നാമത്തത് വമാ യസ്തതിഊൻ, ഓൽക്കത് താങ്ങൂല്ല, അവർക്കത് താങ്ങൂല. ഖുർആൻ കേട്ട ഓടുന്ന ആൾക്കാർക്ക് എങ്ങനെ ഖുർആനുമായിട്ട് ഇറങ്ങി വരുമോ?
ഒരിക്കലും ഇല്ലല്ലോ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ. ഫലാ തദ്ഉ, പ്രവാചകരെ താങ്കൾ ദുആ ചെയ്യരുത്, വിളിക്കരുത്, മഅല്ലാഹി, അള്ളാഹുവോടൊപ്പം, ഇലാഹൻ, ആരാധ്യന്, ഒരു ആരാധ്യന്, ആഖർ, മറ്റൊരു ആരാധ്യനെ അള്ളാഹുവോടൊപ്പം പ്രവാചകരെ താങ്കൾ വിളിക്കരുത്. ഫതകൂന, അങ്ങനെ പ്രവാചകരെ താങ്കൾ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഫതകൂന, അപ്പോൾ താങ്കളായിത്തീരും മിനൽ മുഅദ്ദബീൻ, ശിക്ഷ ലഭിക്കപ്പെടുന്ന ആളുകളിൽ താങ്കൾ പെട്ടുപോകും പ്രവാചകരെ എന്ന് പറയാം. ഇപ്പൊ നോക്കിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യോ? അള്ളാഹു അല്ലാത്ത ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കോ? അത് സംഭവ്യമായ കാര്യമാണോ? അങ്ങനത്തെ ഒരാളെ പ്രവാചകനായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കോ? ഇല്ല. അഷ്റഫുൽ ഖൽഖാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെക്കാളും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെക്കാളും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെക്കാളും സകല മലക്കുകളെക്കാളും സകല മനുഷ്യന്മാരെക്കായാലും ഒക്കെ ഷറഫാക്കപ്പെട്ട ഏറ്റവും അള്ളാഹുവിൻ്റെ ആദരിക്കപ്പെട്ട സൃഷ്ടിയാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്ക് ചെയ്യോ? ഒരിക്കലും ചെയ്യൂല. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പ്രവാചകരെ ഇങ്ങളെങ്ങാനും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്തവർക്ക് എത്രമാത്രം ഈ ആയത്ത് ബാധകമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്ക് ചെയ്താൽ പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ശിർക്ക് ചെയ്യുന്നത് എങ്കിൽ പോലും വേദനയേറിയ ശിക്ഷ ലഭിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ എന്താ? നാട്ടിൽ നമ്മൾ സാധാരണക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു അല്ലാത്തവരെ വിളിക്കണില്ല പറയും, അല്ലേ? ശരിയാണ്. എല്ലാവരും അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. പക്ഷേ അവരറിയാതെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അറബിയിലാണെന്നുള്ളൂ. അറബി ആയതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ അർത്ഥം ഓൽക്ക് അറിയില്ല. സ്ഥിരമായി ചെല്ലുന്ന ഒരു വരിയുണ്ട്, വനജ്ജിനി മില്ലല്ലാഹി ഫിഹാ മഹാലികുഹു, ഖുതുബിയ്യത്തിലെ വരി, വനജ്ജിനി മില്ലല്ലാഹി ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയ്യത്തി. എന്താ അതിൻ്റെ അർത്ഥം? വനജ്ജിനി, എന്നെ രക്ഷിക്കണമേ, മില്ലവാ, കത്തിയാളുന്ന നരകത്തിൻ്റെ, ഫിഹാ മഹാലികുഹു, അലവാ എന്ന നരകത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ അതോടുകൂടി അവൻ്റെ അവസാനമാണ്. ആരോടെ പ്രാർത്ഥിക്കണം? സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയ്യദ്ദീനി, എല്ലാ ഔലിയാക്കളുടെയും സുൽത്താനായ നേതാവായ മുഹിദ്ദീൻ ഷെയ്ഖെ എന്നുള്ള എന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് ആ വരിൻ്റെ അർത്ഥം. ആളുകൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, ശരിയാണ്. പക്ഷെ ഈ ആളുകളെ കൊണ്ട് അവരറിയാതെ, അറബി അറിയാത്ത ഒരാളെ സുഖമായി പറ്റിക്കാം, ആത്മീയമായിട്ട് പറ്റിക്കുക. അപ്പോൾ നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ഒരു 15 വർഷമായി ഇപ്പോൾ കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അറബി അറിയാത്ത ഒരാളെ വളരെ എളുപ്പമായി ആത്മീയമായിട്ട് പറ്റിക്കാൻ സാധിക്കും. അപ്പോൾ അവരറിയാതെ, ആളുകളറിയാതെ അവരെ കൊണ്ട് ഇതിങ്ങനെ ചൊല്ലിപ്പിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ, സ്വഹീഹായ ഹദീസുകളിലെ പ്രാർത്ഥനകൾ, മഹാന്മാരായ 4 മദ്ഹബിലെ ഇമാമുമാർ അടങ്ങുന്ന ആദ്യ 3 നൂറ്റാണ്ടിൽ ജീവിച്ച് വഫാത്തായി പോയ വലിയ വലിയ പടുക്കന്മാരായ പണ്ഡിതന്മാർ, എന്തുകൊണ്ട് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന പണ്ഡിതന്മാർ, അവർ നമുക്ക് വരച്ച് കാണിച്ചെന്നൊരു മാതൃക ഉണ്ട്. ആ മാതൃകയാണ് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നബി സ്വല്ലല്ലാഹു പറയാണ്, പ്രവാചകരെ നിങ്ങളാണ് ശിർക്ക് ചെയ്യുന്നത് എങ്കിൽ, നിങ്ങളാണ് ശിർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ശിക്ഷിക്കൂട്ടോ. നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്താൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വ മഅ്വാഹുൻ നാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓൻക്ക് പിന്നെ നരകം നിർബന്ധാക്കും, സ്വർഗം ഓൻക്ക് നിഷിദ്ധമാക്കും. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം എന്തുകൊണ്ടാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? എന്താ കാരണം?
പ്രാർത്ഥന എന്നുള്ള ആരാധനയാണ്. ആരാധനയുടെ ഉടമസ്ഥാവകാശം അള്ളാഹ്ക്ക് മാത്രമാണ്. അപ്പൊ ആരാധനയിൽ പെടുന്ന ഏത് കാര്യവും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. നേർച്ചയാണെങ്കിലും വഴിപാടാണ് എങ്കിലും ബലിയാണ് എങ്കിലും അള്ളാഹുവിന് നമ്മൾ ആരാധനയുടെ ഭാഗമായി ചെയ്യുന്ന ഏതൊരു കാര്യവും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ശിർക്ക് സംഭവിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ആരെങ്കിലും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓൻ്റെ ഇടം, ഓൻ്റെ സങ്കേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകമാണ്, സ്വർഗ്ഗം ഓൻക്ക് നിഷിദ്ധമാണ്. അതാണ് ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫലാ തദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ. പ്രവാചകരെ, നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ അള്ളാഹുവോടൊപ്പം വേറുള്ള ആളുകളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് കേട്ടോ. ഫതകൂന മിനൽ മുഅദ്ദബീൻ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവാചകരെ താങ്കളാണെങ്കിൽ പോലും ഞാൻ ശിക്ഷിക്കും. അള്ളാഹ് പറയണത് അള്ളാഹിന്റെ നിയമമാണ്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅൻദിർ അശീറതകൽ അഖറബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചു. ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം പറയണത്. ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചു. നുബുവത്ത് ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? നമ്മളൊരു കാര്യം മനസ്സിലാക്കി, സത്യം മനസ്സിലാക്കി, ഇപ്പം നമ്മൾ കുടുംബക്കാരോട് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു 100 വട്ടം ആലോചിക്കും. ഞാൻ ഇപ്പം എൻ്റെ അമ്മായിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, മുപ്പത്തിയാറാകെ പ്രശ്നം. അമ്മോനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പെരയിൽ നടക്കുന്ന കല്യാണത്തിനൊന്നും മൂപ്പര് വരില്ല, ആകെ പ്രശ്നമാവും, കുടുംബത്തിലാകെ പ്രശ്നമാവും എന്നാണ് നമ്മൾ വിചാരിക്കുക, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കൊല്ലം നുബുവത്ത് ലഭിച്ചതിന് ശേഷം 3 കൊല്ലം രഹസ്യമായിട്ട് പ്രബോധനം നടത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്ത കേൾക്കുമെന്ന് ഉറപ്പുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ പെട്ടതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു. നല്ല മനസ്സിൻ്റെ ആളുകളാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ആളുകളുണ്ടല്ലോ, ഓരോട് ചെന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. 3 കൊല്ലം രഹസ്യമായിട്ടുള്ള പ്രബോധന. പിന്നെ അള്ളാഹ് പറയണേ, ഇനി ഇത് പറ്റൂല, ഇങ്ങനെ ഒളിച്ചും കളിച്ചുള്ള പ്രബോധനം നിർത്തേണ്ട സമയമായിരിക്കണം. വഅൻസിർ അശീറതകൽ അഖറബിൻ. പബ്ലിക്കായി പോയി ആദ്യ കുടുംബക്കാരോട് പറയും. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുന്നതാണല്ലോ ഇപ്പം നമ്മളെ ഏറ്റവും വലിയ പേടി. അള്ളാഹ് തുടങ്ങാൻ പറഞ്ഞത് ഇവിടുന്ന കുടുംബത്തിൽ നിന്ന് തുടങ്ങാനാണ്. വഅൻസിർ, പ്രവാചകരെ താങ്കൾ താക്കീത് ചെയ്യുക, അശീറതകൽ അഖറബീൻ. അശീറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടയവർ, ഉറ്റവർ, ഉറ്റ ബന്ധുക്കൾ. പ്രവാചകരെ താങ്കളുടെ ഉറ്റ ബന്ധുക്കളോട് താങ്കൾ എന്ത് ചെയ്യുക? അൽ അഖറബീൻ, ഏറ്റവും അടുത്ത ബന്ധുക്കളോട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇസ്ലാം അനുസരിച്ച് ജീവിച്ചിട്ടില്ല എങ്കിൽ നരകം ലഭിക്കുമെന്ന താക്കീത് പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണുന്ന സഫാ കുന്നിലാണ്ട് കയറിയിരുന്നു. എന്നിട്ടാണ്ട് വിളിച്ചു, ഖുറൈശികൾ കണ്ട് വിളിച്ചു, യാ മഅ്ശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ. എല്ലാവരും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളി ഉണ്ടായപ്പോൾ അതിലേക്ക് ഉത്തരം നൽകാൻ വേണ്ടി കുടുംബക്കാരൊക്കെ വരികയാണ്. അപ്പോൾ ചിലർക്ക് എത്താൻ പറ്റണില്ല, അവിടെ പോകാൻ അപ്പോൾ പറ്റൂല. അപ്പോൾ ഒരു ബിനാമിനെ വിട്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം പോയി എന്താണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയണതെന്ന് കേട്ട് നോക്ക്, എന്നിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബക്കാരെല്ലാവരും വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ അവിടെ കൂടിയ ആളുകളോട് ശക്തമായ താക്കീതിൻ്റെ സ്വരത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്താണ് പറയുന്നത്? യാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. ഓലെ കൂട്ടത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അല്ലയോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, താങ്കൾ നരകത്തെ സൂക്ഷിക്കണം. ലാ ഉഗ്നി അൻക മിനല്ലാഹി ഷൈആ. കാരണം പരലോകത്തെത്തിയാൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്തുതരാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇവിടുന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പൈസക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് പരലോകത്തെത്തിയാൽ സ്വർഗത്തേക്ക് പോവാൻ തൂക്കി നോക്കിയപ്പോൾ സ്വർഗത്തേക്ക് പോവാൻ ഒരു 2 നന്മയുടെ കുറവുണ്ട്. ഒരു 2 നന്മ, ഒരു കടം തരുമോ അല്ലെങ്കിൽ ഇങ്ങോട്ട് തരുമോ എന്ന് പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ലാ ഉഗ്നി അൻക മിനല്ലാഹി ഷൈആ. അള്ളാഹിൻ്റെ അടുക്കൽ പരലോകത്തെത്തിയാൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റൂല കേട്ടോ. വയാ സഫിയ്യത്തു അമ്മത റസൂലില്ലാഹ്. എൻ്റെ അമ്മായിയായ സഫിയ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈആ. പരലോകത്തെത്തി എനിക്കൊന്നും ചെയ്തു തരാൻ കഴിയൂല കേട്ടോ. യാ ഫാത്തിമത്തു ബിൻത മുഹമ്മദിൻ.
എൻ്റെ മകൾ ഫാത്തിമ എൻ്റെ സമ്പത്ത് നിന്ന് എന്താ വെച്ചാ ചോദിച്ചോ, സെലീനി മിമ്മാലി മാഷിത്തി, എൻ്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് എന്ത് വേണോ അതുകൊണ്ട് ചോദിച്ചു, ഞാൻ എൻ്റെ അടുത്ത് നിന്ന് എടുത്താണ്ട് തരാം. പക്ഷെ പരലോകത്തെത്തിയാൽ എനിക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല കേട്ടോ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലേ? ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല വിശ്വസിച്ചിട്ടില്ലാണ്ട്. എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തേക്കാക്കും മലക്ക് പറഞ്ഞവർ. അപ്പൊ ആ ഒരു വിശ്വാസത്തിനൊക്കെ എന്തടിസ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് സ്വഹീഹായ ഹദീസിൽ. അപ്പൊ നോക്കി നിങ്ങൾ, ഈ 3 പേരുടെ പേരുകൾ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. എന്ന് എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതൊരു പ്രബോധനം നടത്തുമ്പോൾ ഒരു മര്യാദയാണ്. നമ്മൾ ചില ആളുകളെ പരിഗണിക്കണം. ഈ 3 പേരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. 3 പേരും ഇസ്ലാം സ്വീകരിച്ചവരായി. നമ്മൾ അങ്ങനെയാണ് ഒരു പ്രബോധനത്തിന് നമ്മൾ പോകുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ നമ്മളൊന്ന് പരിഗണിക്കേണ്ടി വരും. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കാൻ വരികയാണ്. മക്ക കീഴടക്കാൻ വരുമ്പോൾ ഇവിടുന്നുണ്ട് ഒരാൾ അങ്ങോട്ട് പോകണം, മദീനത്ത് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും മക്കത്തുനിന്ന് മദീനത്തുനിന്ന് മക്കത്ത് വരുമ്പോണ്ട്, മക്കത്തുനിന്ന് ഒരു ഫാമിലി അങ്ങോട്ട് പോകണം. ആരാ? ഈ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അതുവരെ മക്കത്താണ് നിന്നത്. ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാം പ്രഖ്യാപിച്ച് ഇസ്ലാമിനോടൊരു അടുപ്പൊക്കെ ഉണ്ടായിരുന്നു മൂപ്പർക്ക് റളിയല്ലാഹു അൻഹു. അങ്ങനെ മൂപ്പർ പോവുകയാണ്, കുടുംബക്കാരെയും കൂട്ടിട്ട് പോവുക. അപ്പോൾ വൈക്കെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. അപ്പോൾ കൂടി മക്കയിലേക്ക് പോവുകയാണ്. മക്കയിലേക്ക് പോകുമ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു മുന്നിൽ പോവുകയാണ്. അപ്പോൾ വൈക്ക വെച്ചും പിന്നെ അബൂ സുഫിയാനെ കണ്ടു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അന്ന് മുശ്രിക്കാണ്. അബൂ സുഫിയാനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടീം വരുന്നുണ്ട്, 10,000-ലധികം പന്തങ്ങൾ അവരുടെ കയ്യിലുണ്ട്. 10,000-ലധികം പന്തങ്ങൾ. അപ്പോൾ ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും പന്തം ഉണ്ടാവില്ല. എടുത്തുള്ളവൻ്റെ പന്തത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും ചിലർ. അപ്പോൾ മിനിമം എത്ര ആളുണ്ട്? 10,000 ആൾക്കാരുണ്ട്. അപ്പോൾ പ്രശ്നമാണ്, ഇസ്ലാം സ്വീകരിച്ചു. നല്ലതിന് വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ മൂപ്പർ പറഞ്ഞു, മൂപ്പർക്ക് മുഹമ്മദ് നബി നബിയാണെന്ന് എനിക്ക് തോന്നണില്ല ചോദിച്ചു. ആ വിഷയത്തിൽ എനിക്ക് ഇപ്പോഴൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നും കൂടി എനിക്ക് ക്ലിയർ ആവാണ്ട്. അതൊരു ഇസ്ലാം പരിശോധിച്ച് നോക്കി, ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സത്യം മനസ്സിലാക്കാൻ വൈകിയവരുണ്ട്. ഇപ്പോൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മൂപ്പർക്ക് അതുകൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹുദൈബിയ സന്ധിയിൽ കത്തെഴുതാൻ നിൽക്കുമ്പോൾ, ഇത് മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുശ്രിക്കുകളും തമ്മിലുള്ള ഉടമ്പടി എന്ന് എഴുതുമ്പോൾ അത് മായ്ക്കാൻ പറഞ്ഞു. റസൂലുള്ള മായ്ക്കണം. കാരണം നിങ്ങൾ റസൂലുള്ളാഹിനെ നമ്മൾ സമ്മതിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും നിങ്ങളെ വന്ന് പിൻപറ്റൂലേ എന്ന് സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. നമുക്ക് പ്രത്യക്ഷത്തിൽ നിന്ന് ചരിത്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്, സത്യം മനസ്സിലാക്കിയിട്ട് സത്യത്തിനോട് വിമുഖത കാണിച്ചവനെ അള്ളാഹ് അങ്ങനെ തീർത്തുക്കണം. നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. അതിൽ പെട്ടാണ് അബൂജഹലൊക്കെ. ഓൻ പറഞ്ഞത് എനിക്കറിയാം മുഹമ്മദ് നബി നബിയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വിശ്വസിക്കൂല. കാരണം എന്താ? ഓൻ വേറെ ടീമാ, ഓൻ വേറെ ഗോത്ര. ഖുറൈശികളിൽ തന്നെ 4 ഗോത്രം ഉണ്ടല്ലോ. അപ്പോൾ ഓന് മറ്റേ ടീമിലാ. അപ്പോൾ നമ്മൾ ഓനെ സമ്മതിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൻ്റെ വൈത്താലെ പോകേണ്ടി വരും. അത് ഞമ്മക്കൊരു കുറച്ചിലല്ലേ, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് പല ആളുകളും ആദ്യഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കാതിരുന്നത് അവർക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ടാണ്. അവർക്ക് ബോധ്യപ്പെട്ട പോലെ നേരെ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അതിലൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് സംസാരിച്ചു. സംസാരിച്ചു. അപ്പോൾ ഇസ്ലാമിനോട് ഇങ്ങനെ ചാഞ്ഞ് വരുന്നുണ്ട്. അതിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ സുഫിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫഖർ ഇഷ്ടപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനം കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഇങ്ങോട്ട് വരും. അപ്പോൾ മൂപ്പര് ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഒന്ന് പരിഗണിക്കണം എന്ന്. അപ്പോൾ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? മക്കയിലേക്ക് കയറുമ്പോൾ എല്ലാവരോടും പറഞ്ഞു, ഇന്ന ദിവസം മുസ്ലിമീങ്ങൾ മക്ക കീഴടക്കാൻ വരികയാണ്. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച ഒരാളെ ഞങ്ങൾ കൊല്ലൂല. അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ച ഒരാളെ ഞങ്ങളൊന്നും കാട്ടൂല. അവനാൻ്റെ വീട്ടിൽ കയറിയിരുന്നാലും ഞങ്ങളൊന്നും കാട്ടൂല. ഇപ്പം എല്ലാ മക്കത്തിലുള്ള ഏത് വീട്ടിൽ കയറിയാലും ഓൻ സുരക്ഷിതനാണ്. പക്ഷെ ആ വീടുകളിൽ ഒരു വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു,
അബൂ സുഫിയാൻ്റെ വീട്ടിൽ കയറിയാൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അപ്പോൾ മൂപ്പർക്ക് ഒരു ഇതായി, അതിന് ഇസ്ലാമിനോട് അടുത്തു. എന്നിട്ട് പിന്നെ അതേ സമയത്ത് തന്നെ അധികം ഇതൊന്നുമില്ലാതെ മക്ക കീഴടക്കിന് ശേഷം നേരെ യുദ്ധത്തിനാണ് പോണ്. ആ ഹുനൈൻ യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമുള്ള സഹാബിമാരെ കൂടിയപ്പോൾ ഉറച്ചു നിന്ന രണ്ടാൾക്കാരുണ്ട്. ഒന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും, രണ്ട് അബൂ സുഫിയാൻ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മൾ ദഅവത്ത് നടത്തുമ്പോൾ ചില ആളുകളെ പേര് വിളിച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വരും. ചില ആളുകളെ നമ്മൾ പരിഗണിക്കേണ്ടി വരും. അത് അവരുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. ഓരോരുത്തർ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാനല്ല, അവർക്ക് ഹിദായത്ത് കിട്ടാനും അവർക്ക് സത്യം മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിങ്ങളെ കുടുംബക്കാരായ ആളുകൾക്ക് പ്രവാചകരെ ആദ്യം നിങ്ങൾ താക്കീത് കൊടുക്കണം എന്ന് പറഞ്ഞു. ശേഷമുള്ള ആയത്തിൽ വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, പ്രവാചകരെ മുഅ്മിനീങ്ങളിൽപ്പെട്ട താങ്കളെ പിൻപറ്റുന്ന ആളുകൾക്ക് താങ്കൾ താങ്കളുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കി നിങ്ങൾ, എത്രമാത്രം മാതൃകയാണ്. ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലാണ്ട് വന്നു. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റ പ്രാർത്ഥന, അല്ലാഹുമ്മ ഗുഫിർലി വലി മുഹമ്മദിൻ, അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണേ, മുഹമ്മദ് നബിക്കും പുറത്തു കൊടുക്കണേ, വേറൊരാൾക്കും പുറത്തു കൊടുക്കണ്ട. എന്താ പ്രാർത്ഥന? അള്ളാഹു എനിക്ക് പുറത്തു തരണേ, മുഹമ്മദ് നബിക്കും പുറത്തു കൊടുക്കണേ, വേറൊരാൾക്കും പഠിച്ചു പുറത്തു കൊടുക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ എന്താ അള്ളാഹു ഇത്രയും വിശാലമായി പഠിപ്പിച്ച് തന്ന അവൻ്റെ കാരുണ്യത്തെ ഇങ്ങോട്ട് കുടുസാക്കിയല്ലോ എന്ന് അറാബിനോട് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞില്ല, ആ അറാബിൻ്റെ പള്ളിയിൽ മൂത്രയിക്കണം. അപ്പോൾ സഹാബാക്കൾ ഇത് കണ്ടപ്പോൾ എല്ലാവരും കൂടി അവിടെ നീച്ച് പള്ളിക്കാണ് മൂത്രയിക്കണ അടിക്കാൻ പോയി. ഓൻ്റെ നേർക്ക്, സഹാബിയുടെ നേർക്ക് റളിയല്ലാഹു അൻഹു. എന്താണ് ഉസ്താദ് പറഞ്ഞത്? അയാളെ വിട്ടേക്ക്. അതൊരു ബക്കറ്റ് വെള്ളം പാർന്നാൽ തീരാവുന്ന കേസേ ഉള്ളൂ. ഒരു ബക്കറ്റിൽ വെള്ളം കൊടുന്നിട്ട് ആ വെള്ളം കൊണ്ട് പാർന്നാൽ മതി. അപ്പോൾ നോക്കി നിങ്ങൾ, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളോട് ഇടപെട്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കഴുത്തിലൊരു ഷാളുണ്ട്. ബാക്കിൽ വന്നിട്ട് ഒരു അറാബി ഇങ്ങോട്ട് ഒറ്റ വലി. സഹാബാക്കൾ പറയാണ്, ഇവിടെ ചോന്ന പാടിങ്ങനെ വന്നു. എന്നിട്ട് വലിച്ചിട്ട് എന്താ ചോദിക്കണത്? എനിക്ക് തരാനുള്ളത് ഇങ്ങോട്ട് കാട്ടിക്കാന്നാണ് ചോദിക്കുന്നത്. ഖനീമത്ത് സ്വത്തുനിന്ന്, യുദ്ധാർജിത മുതലിൽ നിന്ന് എനിക്ക് തരാനുള്ള എൻ്റെ പൈസ കൊണ്ട് കാട്ടിക്കാന്നാണ് ചോദിക്കണം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിയത്? തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത് കുറച്ചൊരു പരിക്കൻ സ്വഭാവമുള്ള ചില ആളുകൾ അങ്ങനത്തെ പ്രകൃതം ഉണ്ടാവുമല്ലോ, ഒന്നും നോക്കാതെ പെരുമാറുന്ന. നോക്കിയപ്പോൾ ആ ഒരു ടൈപ്പ് അറാബിയാണ്. അറാബി എന്ന് പറഞ്ഞാൽ പരുക്കന്മാരാണ്. അത് നോക്കിയപ്പോൾ ആളെ കണ്ടു, മനസ്സിലായി. ആ ആളോട് ഇടപെടേണ്ട ഒരു രൂപമുണ്ട്. എന്താ ചെയ്തത്? തിരിഞ്ഞു നിന്നിട്ട് ആദ്യം ചിരിക്കുക ചെയ്തത്. ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്താ കൊടുക്കേണ്ടത്, കൊടുത്താൽ ഇട്ടോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡീൽ ചെയ്തു. അപ്പോൾ നോക്കി നിങ്ങൾ, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ പരിഗണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മുഅ്മിനീങ്ങൾക്ക് പ്രവാചകരെ താങ്കളുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുക, അവരോട് കരുണയോടുകൂടി പെരുമാറണം. ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒറ്റ ദിവസം പോലും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയിട്ട് എനിക്ക് പെർമിഷൻ കിട്ടായിരുന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം, വീട്ടിലേക്ക് പ്രവേശിക്കണം, അതിന് പെർമിഷൻ കിട്ടണം. ഞാൻ എന്ന് പോയാലും എനിക്ക് പെർമിഷൻ കിട്ടാറുണ്ട് എന്ന് ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹ് പറയാണ്, വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക്, പ്രവാചകരെ താങ്കളെ പിൻപറ്റുന്ന മുഅ്മിനീങ്ങൾക്ക് താങ്കളുടെ ചിറകുകൾ താങ്കൾ താഴ്ത്തി കൊടുക്കണം, അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം, കാരുണ്യത്തിൻ്റെ വാക്കുകൾ അവരോട് പറയാം. ഇനിയോ, ഫഇൻ അസൗക ഫഖുൽ ഇന്നി ബരീഉം മിമ്മ തഅമലുൻ, ഇനി പ്രവാചകരെ താങ്കളെ ധിക്കരിക്കുന്ന ആളുകളോട് താങ്കൾ ബറാഅത്ത് പ്രഖ്യാപിക്കണം. അവരുമായുള്ള ബന്ധം താങ്കൾ, ആത്മീയമായ ബന്ധം, ദീനിയായ ബന്ധം താങ്കൾ വിച്ഛേദിക്കണം. ഒരുപാട് സ്വഹാബിമാരുടെ അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഉപ്പ മുശ്രിക്കയും, യുദ്ധത്തിന് വന്നപ്പോൾ ഓപ്പോസിറ്റ് യുദ്ധം ചെയ്യാനുള്ളത് ഉപ്പയാണ്. ഉപ്പാനെ കൊല്ലേണ്ടി വന്നു.
ഉമർ റളിയല്ലാഹു അൻഹുവിന് നേരിടേണ്ടി വന്നത് സ്വന്തം കുടുംബക്കാരനെയാണ്, കൊല്ലേണ്ടിയോ. മറ്റൊരു സഹാബിക്ക് നേരിടേണ്ടി വന്നത് സ്വന്തം സഹോദരനാണ്, കൂടപ്പിറപ്പിന് കൊല്ലേണ്ടിയോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇസ്ലാമിനെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ, ഇസ്ലാമിനെ ഇല്ലാതാക്കുവാൻ ഒരാൾ ഇറങ്ങി പുറപ്പെടുകയാണ്. ദീനിന്റെ ശത്രുവാണ് അയാൾ, അയാളോട് ബന്ധമില്ല, അങ്ങോട്ട് കൊല്ലാനാണല്ലോ വരുന്നത്. അപ്പോൾ അവനോട് അതേപോലെ നമ്മൾ ചിലപ്പോൾ പെരുമാറേണ്ടി വരും. സാഹചര്യവും സന്ദർഭവും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി അവസ്ഥ പരിഗണിച്ച് നമ്മൾ ചെയ്യണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഇൻ അസൗക ഫഖുൽ ഇന്നി ബരീഉം മിമ്മ തഅമലൂൻ. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പ്രവാചകരെ, താങ്കൾ വിശ്വസിക്കാത്ത, താങ്കളെ ധിക്കരിക്കുന്ന ആളുകളിൽ നിന്ന് താങ്കൾ വിട്ടു നിൽക്കണം. അപ്പോൾ അങ്ങനെ വിട്ടു നിൽക്കുമ്പോൾ അവരിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്ത് ചെയ്യണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വതവക്കൽ അലൽ അസീസിർ റഹീം. വതവക്കൽ, പ്രവാചകരെ താങ്കൾ ഭരമേൽപ്പിക്കണം. ആരിൽ? അലൽ അസീസിർ റഹീം, പ്രതാപശാലിയായ, കരുണ കൊടുക്കുന്നവനായ അള്ളാഹുവിൽ പ്രവാചകരെ താങ്കൾ ഭരമേൽപ്പിക്കണം. ആളുകളോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ, ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകളോട് ബന്ധം വിച്ഛേദിച്ചാൽ, പ്രവാചകരെ പിന്നെ ഒരുപാട് പ്രയാസങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്ത് പ്രയാസങ്ങൾ വന്നാലും വതവക്കൽ, താങ്കൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. അലൽ അസീസിർ റഹീം, കരുണ ചൊരിയുന്നവനായ, പ്രതാപശാലിയായ ആ അള്ളാഹുവിൽ പ്രവാചകരെ താങ്കൾ പ്രതീക്ഷയർപ്പിക്കണം, അവനിൽ താങ്കൾ ഭരമേൽപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലദീ യറാക ഹീന തഖൂം. ആ അള്ളാഹിന്റെ പ്രത്യേകത എന്താ? അല്ലദീ യറാക, അവൻ പ്രവാചകരെ താങ്കളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീന തഖൂം, താങ്കൾ നിസ്കാരത്തിന് ഒറ്റയ്ക്ക് രാത്രി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ സന്ദർഭം ഉണ്ടല്ലോ, ആ സന്ദർഭത്തിൽ പ്രവാചകരെ, താങ്കളുടെ രക്ഷിതാവ് താങ്കളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്കൾ എന്താണ് ചെയ്യുന്നത്, താങ്കളുടെ നമസ്കാരത്തിൽ എന്താണ് താങ്കൾ പ്രാർത്ഥിക്കുന്നത്, ഇതെല്ലാം താങ്കളുടെ രക്ഷിതാവിനറിയാം. വതഖല്ലുബക ഫിസ്സാജിദീൻ, ഇനി ആളുകളുടെ കൂടെ ജമാഅത്തായി നിസ്കരിക്കുമ്പോഴും താങ്കളുടെ ഓരോ ചലനവും താങ്കളുടെ രക്ഷിതാവ് അറിയുന്നുണ്ട്. പണ്ഡിതന്മാർ പറയാണ്, ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണെന്നുള്ളതിന് തെളിവാണ്. ഒരു പുരുഷൻ പള്ളി പോയി നിർബന്ധമായും ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കണം എന്നതിനുള്ള തെളിവാണിത്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും പ്രവാചകരെ താങ്കളുടെ അവസ്ഥ അല്ലാഹുക്കറിയാം, കൂട്ടത്തിൽ നിസ്കരിക്കുമ്പോഴും പ്രവാചകരെ താങ്കളുടെ എല്ലാ ചലനങ്ങളും താങ്കളുടെ രക്ഷിതാവ് അറിയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ഡിതന്മാർ പറയാണ് ഇത് ജമാഅത്തായുള്ള നമസ്കാരത്തിന് തെളിവാണ്, നിർബന്ധമാണ് എന്നതിന് തെളിവാണ്. പുരുഷന്മാർ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കേണ്ടത്, അതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്താ അറിയോ? നിർബന്ധമാണെന്ന് പറയാനുള്ള കാരണം സ്വലാത്തുൽ ഖൗഫ് ഉണ്ട്. എന്താ സ്വലാത്തുൽ ഖൗഫ്? സ്വലാത്തുൽ ഖൗഫ് എന്താ? സ്വലാത്തുൽ ഖൗഫ് ആർക്കറിയാം? സ്വലാത്തുൽ ഖൗഫ് ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വലാത്തുൽ ഖൗഫ് യുദ്ധസമയത്തുള്ള നിസ്കാരം, യുദ്ധസമയത്തുള്ള നിസ്കാരം. ആ നിസ്കാരം എങ്ങനെ അറിയോ? ഒരുപാട് രൂപങ്ങളുണ്ട്. അതിൽ വന്നൊരു രൂപം, സൈനികർ അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾ രണ്ട് ടീമായിട്ട് നിൽക്കും, രണ്ട് സഫായിട്ട്. ഒരു ഇമാം ഉണ്ടാവും, ആ ഇമാം നിസ്കാരം തുടങ്ങും. ഫസ്റ്റത്തെ ടീം ആ ഇമാമിന്റെ കൂടെ എങ്ങനെ നിസ്കരിക്കും, ഇമാമിന്റെ കൂടെ എങ്ങനെ നിസ്കരിക്കും. അപ്പോൾ രണ്ടാമത്തെ ടീം വാളും പിടിച്ചിങ്ങനെ നിൽക്കും. കാരണം എന്താ? നിസ്കരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന സമയമാണ്, ഇപ്പോൾ പോയി ഇടയ്ക്ക് ഏരിയാണ്ട് അറ്റാക്ക് ചെയ്താൽ തീർത്തിട്ട് പോരാം എന്നുള്ള വിചാരം അവർക്ക് ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ടീം നിസ്കരിക്കുമ്പോൾ മറ്റേ ടീം ഒന്നും കൂടി സെറ്റപ്പായിട്ട് വാളെടുത്ത് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് ഇമാമും ആ ഒന്നാമത്തെ ടീമും എഴുന്നേൽക്കും. ഇമാമ് രണ്ടാമത്തെ റക്അത്തിൽ ഇങ്ങനെ ഫാത്തിഹയും സൂറത്തൊക്കെ ഇങ്ങനെ ദീർഘിപ്പിക്കും. അപ്പോൾ ഒന്നാമത്തെ റക്അത്ത് എന്ത് ചെയ്യും? ഒന്നാമത്തെ ടീം എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. രണ്ടാമത്തെ ടീം ഒപ്പം കൂടും. എന്നിട്ട് അവർ നമസ്കാരത്തിൽ പിൻപറ്റി ആദ്യം ഒരു ടീം, ഇവർ നിസ്കരിക്കുമ്പോൾ ഒരു ടീമേ നിസ്കരിക്കുള്ളൂ.
ഒരു ടീമിന് ഒരു സമയം നിസ്കരിക്കുള്ളൂ. ഒന്നാ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് മഅ്മൂമീങ്ങൾ വരുമ്പോൾ ആദ്യത്തെ ടീമിലെ മഅ്മൂമീങ്ങളുണ്ടല്ലോ, ഓല് വരുമ്പോൾ അവരെന്ത് ചെയ്യും? ആ നമസ്കാരത്തിൽ നിന്ന് വിട്ട് രണ്ടാമത്തെ റക്അത്ത് വേഗം പൂർത്തീകരിച്ച് സലാം വിട്ടു. സലാം വിട്ടു. സലാം വിട്ടു. അതിനുശേഷം ഈ രണ്ടാമത്തെ ടീം ഈ ഇമാമിനെ പിൻപറ്റി നിസ്കരിക്കാൻ തുടങ്ങും. അങ്ങനെ ഇമാമിൻ്റെ ഒപ്പം ഇമാമിന് രണ്ടാമത്തെ റക്അത്തും ഇവർക്ക് ഒന്നാമത്തെ റക്അത്തായിട്ട് നിസ്കരിക്കും. ഇമാമ് രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ് സ്വലാത്തുൽ ഖൗഫ് പറഞ്ഞു കഴിഞ്ഞാൽ 2 റക്അത്താണ് അതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ സലാം വീട്ടി രണ്ടാമത്തെ ടീം ഒറ്റക്ക് രണ്ടാമത്തെ റക്അത്ത് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ഇവിടെ എന്താ പഠിപ്പിച്ചത്? ഇവിടെ എല്ലാവരും നിസ്കരിച്ചത് എങ്ങനെ? ജമാഅത്തായിട്ടാണ്. എന്തെങ്കിലും ഒരു അളവ് ജമാഅത്ത് നമസ്കാരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഏത് സമയത്ത് കൊടുക്കണം? യുദ്ധത്തിൻ്റെ സമയത്ത് കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെ ശത്രുക്കളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട്. യുദ്ധമുഖത്താണ്. യുദ്ധമുഖത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അടി ഉണ്ടാകുമ്പോഴല്ല, അപ്പുറം ഇപ്പുറം ഇങ്ങനെ നിൽക്കും യുദ്ധത്തിന് വേണ്ടിയിട്ടേ. അപ്പുറം ഇപ്പുറം ഇങ്ങനെ നിന്നിട്ട് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറയും. അങ്ങനെയാണ് അറബികളുടെ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യുദ്ധമുഖത്ത് അലിയാർ തങ്ങളോട് പറയാണ്, എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഓലെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കാരണം നിന്നിലൂടെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അത് ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ആദ്യം അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഘട്ടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ നിസ്കരിക്കും ജമാഅത്ത് നമസ്കാരം. യുദ്ധം നടക്കാത്ത സമയത്ത്, യുദ്ധം മുഖത്ത് നിൽക്കുന്ന സമയം. ഇനിയോ ഇതിപ്പോൾ ഒരു തെളിവാണ്. രണ്ടാമത്തെ തെളിവ്, കണ്ണാണാത്തൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് ചോദിച്ചത്, നിങ്ങൾക്ക് ജമാഅത്ത് നിസ്കാരത്തിന് അളവുണ്ടോ? ഉണ്ട് പറഞ്ഞിട്ട് പോവേന്നു. കണ്ണാണാത്ത ആളാണ്, ഇന്നെ അങ്ങോട്ട് പള്ളിക്ക് എത്തിക്കാൻ ആളില്ല എന്നൊക്കെയാണ് കംപ്ലൈൻറ്റ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അതിലെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞ് മറുപടി എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഒറ്റ വിളി, ബാങ്ക് കേൾക്കലുണ്ടോ ചോദിച്ചു. ബാങ്ക് കേൾക്കലുണ്ട്. എങ്കിൽ നിർബന്ധമായും പള്ളിയിൽ ഒന്ന് നിസ്കരിക്കണം. ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഇളവ് കിട്ടുമായിരുന്നുവെങ്കിൽ പള്ളിക്ക് എത്തിക്കാൻ ആരുമില്ലാത്ത കണ്ണാണാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന് ഒരു ഇളവ് കിട്ടേണ്ടതായിരുന്നു. അതുപോലെ ഇസ്ലാം കൊടുത്തിട്ടില്ല. ആ പുരുഷന്മാരാണോ പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറേ ആളുകൾ പെരയിൽ നിസ്കരിക്കുന്നുണ്ട്, വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആഗ്രഹിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഞാനിങ്ങനെ ആഗ്രഹിക്കാൻ ഇപ്പോഴാണ്ട് ഇക്കാമത്ത് കൊടുക്കുക, എന്നിട്ട് ആളുകളൊക്കെ ഇങ്ങനെ ജമാഅത്തായി നിസ്കരിക്കുക, ഞാനും കുറച്ച് ടീമും വെറുതെ പോയിട്ട് വീടുകളാണ്ട് കത്തിച്ചിട്ട് കളയുക. പള്ളിക്ക് വരാതെ നിസ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഓല ഒന്നാം കണ്ട് കത്തിച്ച് കളഞ്ഞാലോന്ന് ആര്? കാരുണ്യത്തിൻ്റെ പര്യായമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് പറയണത്. അപ്പോൾ അത്രത്തോളം ഗൗരവം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ സ്വലാത്തുൽ ജമാഅയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.